അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെയും അല്ലാതെയും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാകാൻ, ഉള്ള സമ്പത്തിൽ വർധനവ് ലഭിക്കാൻ, മക്കളുണ്ടാകാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ ഇസ്സത്തോടെ ഒരാളോടും കൈ നീട്ടാതെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ എന്താണ് പതിവാക്കേണ്ടത്, ഏത് ദിക്റാണ് പതിവാക്കേണ്ടത് എന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉകൾ നമുക്കറിയാം. അസ്മാഉൽ ഹുസ്ന വലിയ അത്ഭുതമാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കുള്ള നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും നാം മനസ്സിലാക്കിയാൽ, നാം പഠിച്ചാൽ അസ്മാഉൽ ഹുസ്ന ഒരാളും ഒഴിവാക്കൂല. അത്രയും മഹത്വം നിറഞ്ഞ ഒരു ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്നയിലുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. അല്ലാഹുവിനിക്ക് ഏറ്റവും ഭംഗിയുള്ള ചന്തമുള്ള നാമങ്ങളുണ്ട്, ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഇന്നലില്ലാഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നലില്ലാഹി 99 ഇസ്മാ. അല്ലാഹുവിനിക്ക് 99 ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള പേരുകളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അതിനെ വേണ്ടതുപോലെ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, അതിനെ ഉൾക്കൊണ്ടാൽ, അതിനെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ ഹഫിളഹാ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം, വമൻ ഹഫിളഹാ, അതിനാരെങ്കിലും മനപ്പാഠമാക്കിയാൽ, അസ്മാഉൽ ഹുസ്ന മനപ്പാഠമാക്കി ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരുപാട് നേട്ടങ്ങളുള്ള, സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ നാം പതിവാക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു ഇസ്മാണ് ബാസിത്ത്. ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു തരുന്ന അല്ലാഹുവേ എന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം. അൽ ബാസിത്തു ലിൽ അർസാഖി വലിർ റഹ്മ. അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ, നേട്ടങ്ങൾ, ഗുണങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങള്, മഹത്തുക്കള്, ഉലമാക്കള് അവരുടെ കിതാബുകളിൽ ഒരു എഡിങ് തന്നെ കൊടുത്തത്, ഒരു ബാബ് തന്നെ കൊടുത്തത്, ഫളലു യാ ബാസിത്ത്, അൽ ബാസിത്തു ലിൽ അർസാഖി വലിർ റഹ്മ. ബാസിത്ത് എന്നുള്ള ഇസ്മ് സമ്പത്തുണ്ടാകാൻ, റിസ്ഖുണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ, റഹ്മത്തുണ്ടാകാൻ എങ്ങനെ ചൊല്ലണം, ഏതു സമയത്ത് ചൊല്ലണം, എത്ര വട്ടം ചൊല്ലണം, മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫമൻ അറാദ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ആരെങ്കിലും കൊതിച്ചാൽ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അയ്യർസുക്കൽ മാൽ, സമ്പത്തുണ്ടാകണം, ഐശ്വര്യമുണ്ടാകണം, ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് നേടണം, ഉണ്ടാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വൽ വലദ, അതുപോലെ തന്നെ മക്കളെ, സ്വഹത്തായ മക്കളെ ആഗ്രഹിക്കുന്നവര്, മക്കളില്ലാത്തവര് ചെയ്യേണ്ടത് വസ്സഅത ഫിൽ മഈഷ, മഈഷത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവര് ജീവിതകാലം, ജീവിക്കുന്ന കാലത്തോളം ഒരാളോടും കൈനീട്ടാതെ, യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കണമെന്ന് കൊതിക്കുന്നവര്, ആഗ്രഹിക്കുന്നവര്, ഉദ്ദേശിക്കുന്നവര്, അതുപോലെ തൈസീർ ഉമൂർ ദുനിയ,
ദുന്യാവിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകണം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കണം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കണം, ഒരു പ്രശ്നത്തിലും പെടാതെ, ഒരു പ്രശ്നവും വരാതെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ഫല്യുദാവിം, അവര് പതിവാക്കിക്കൊള്ളട്ടെ. അലാ ഖൗലി യാ ബാസിത്ത്. ബാസിത്ത് എന്ന ഇസ്മ 72 മറ, 72 വട്ടം എല്ലാ ദിവസവും പതിവാക്കട്ടെ. ഇത് വെറുതെ പറയുന്നതല്ല, മഹാന്മാര് പരിശോധിച്ച് അതിലവർക്ക് ഫലം കിട്ടിയ ഒരു വിഷയമാണ്. വെറുതെ അവര് കിതാബുകളിൽ രേഖപ്പെടുത്തിയതല്ല, പറഞ്ഞതല്ല. മഹാന്മാര് ചൊല്ലി എല്ലാ ദിവസവും 72 വട്ടം യാ ബാസിത്ത് എന്ന ഇസ്മ പതിവാക്കിയപ്പോൾ അവർക്ക് സമ്പത്തുണ്ടായി, മക്കളുണ്ടായി, മഈശത്തിൽ ബർക്കത്തുണ്ടായി, കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. മുജറബായ ഒരു വിഷയമാണ്. ചൊല്ലിയാൽ ഫലം കിട്ടും എന്ന വിഷയത്തിൽ ഒരു സംശയം വേണ്ട. അല്ലാഹു നമുക്ക് പതിവാക്കുവാൻ, ജീവിതകാലം മുഴുവനും മരണം വരെ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു രൂപം മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. മൻ ഖാല ഫിൽ അസ്ഹാർ, അത്താഴ സമയം എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന്റെ സമയം, സുബ്ഹിന്റെ മുമ്പുള്ള സമയമാണ്. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തിനേക്കാണ് അസ്ഹാർ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ കാണാം വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, മുഅ്മിനീങ്ങളായ അടിമകളുടെ ലക്ഷണം അവര് അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. മൻ ഖാല ഫിൽ അസ്ഹാർ, അത്താഴ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ഒരാൾ ചൊല്ലിയാൽ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലിയാൽ 10 മറ, വെറും 10 പ്രാവശ്യം, എന്നിട്ട് ആ 10 പ്രാവശ്യം ചൊല്ലി അവന്റെ 2 കൈകളിലും അത് ഊതി, അവന്റെ മുഖത്തിൽ അത് തടവിയാൽ ലം യഫ്തഖിർ അബദാ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല, ദാരിദ്ര്യം കൊടുക്കൂല. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ദാരിദ്ര്യം. ആരുടെ കയ്യിലും പണമില്ല, ആവശ്യമായ സമ്പത്തില്ല, കടമാണ്, കച്ചവടം നടക്കുന്നില്ല, ബിസിനസ് ഇല്ല, അനുയോജ്യമായ ജോലിയും ശമ്പളവുമില്ല, വീട്ടിൽ പ്രയാസമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ പതിവാക്കിക്കോ. എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഹലാലായ സമ്പത്ത് നൽകും, നല്ല മക്കളെ നൽകും, കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഇസ്മ പതിവാക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.